ബൈബിൾ പഠന മാർഗനിർദ്ദേശങ്ങൾ ഭാഗം 7. ജീവസന്ദേശം. താങ്കൾ അനേകം പ്രാവശ്യം വായിച്ചിട്ടുള്ള ബൈബിളിലെ ചില ഭാഗങ്ങൾ എടുത്ത് ചിലർ പ്രസംഗിക്കുന്നത് കേൾക്കുമ്പോൾ താങ്കൾ തന്നെ ചിന്തിച്ചിട്ടില്ലേ, ഷെടാ, ഇതെല്ലാം എവിടെ ഇരിക്കുകയായിരുന്നു? ഞാൻ എത്ര തവണ വായിച്ചിട്ടും എന്തുകൊണ്ട് എനിക്കിതൊന്നും ലഭിച്ചില്ല? ഇത് താങ്കളുടെ മാത്രം പ്രശ്നമല്ല സുഹൃത്തെ, ആത്മാർത്ഥതയുള്ള അനേകരുടെയും പ്രശ്നമാകുന്നു. ഈ പറഞ്ഞതുപോലുള്ള കുറ്റബോധം ഉണ്ടാകുമ്പോൾ അനേകരും ഒരു തീരുമാനമെടുക്കും, നാളെ മുതൽ ഞാനും ക്രമമായി ബൈബിൾ പഠിക്കുവാൻ തുടങ്ങുകയാണ്. എന്നാൽ അങ്ങനെ അവർ ക്രമമായി പഠിക്കുവാൻ ശ്രമിക്കുമ്പോൾ കാര്യമായി ഒന്നും ഉൾക്കൊള്ളുവാൻ സാധിക്കാതെ വീണ്ടും നിരാശയിൽ പതിക്കുന്നു. അങ്ങനെ താൽപര്യമെല്ലാം നഷ്ടപ്പെട്ട് ബൈബിൾ വായന ഒരു ചടങ്ങായി പര്യവസാനിക്കുന്നു. ഇങ്ങനെ വരുന്നതിന് കാരണം ബൈബിൾ പഠിക്കേണ്ടത് എങ്ങനെ എന്നുള്ളതിന് ശരിയായ മാർഗനിർദ്ദേശങ്ങൾ നാം നൽകുന്നില്ല, അല്ലെങ്കിൽ നമുക്ക് ലഭിക്കുന്നില്ല എന്നതത്രേ, ഇല്ലേ? അതുകൊണ്ടത്രേ ഞങ്ങൾ ഈ ജീവസന്ദേശം പരിപാടിയിലൂടെ ഈ പഠനം നടത്തുന്നതും പഠിക്കുവാനുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നതുമൊക്കെ. കഴിഞ്ഞ 1-2 ക്ലാസുകളിലായി ബൈബിൾ സ്വയമായി പഠിക്കുവാൻ നമ്മെ സഹായിക്കുന്ന 7 ലളിത പടികൾ ഞാൻ പറയുകയുണ്ടായല്ലോ. അത് തീരെ അങ്ങ് ലളിതമായി പോയി എന്നായിരിക്കും പലരുടെയും പരാതി. എന്നാൽ അതൊന്ന് പ്രായോഗികമാക്കുവാൻ ശ്രമിച്ചാലും നിങ്ങളിൽ ചിലരെങ്കിലും ഞാൻ പറഞ്ഞതുപോലെ പഠനം ആരംഭിച്ചു എന്നെനിക്കറിയാം. ഒന്നാമതായി ഞാൻ പറഞ്ഞത് പ്രാർത്ഥനയോടെ ആരംഭിക്കുക. രണ്ടാമതായി തിരുവചനം ശ്രദ്ധിച്ചു വായിക്കുക. മൂന്നാമതായി തിരുവചനം പഠിക്കുക. നാലാമതായി തിരുവചനം ധ്യാനിക്കുക. ഇനിയും നാം 5ാമത്തെ കാര്യം ചിന്തിക്കുവാൻ പോകുകയാണ്. വചനം പഠിക്കുവാനുള്ള 5ാമത്തെ മാർഗം, മറ്റുള്ളവർ വചനത്തെക്കുറിച്ച് എഴുതിയിട്ടുള്ള പുസ്തകങ്ങൾ വായിക്കുക, മറ്റുള്ളവർ വ്യാഖ്യാനിക്കുന്നത് ശ്രദ്ധിക്കുക. ഇത് അപകടകരമായൊരു കാര്യമാണെന്ന് എനിക്കറിയാം. കാരണം അനേകരും ആരെങ്കിലുമൊക്കെ ബൈബിളിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതിനെയാണ് കൂടുതൽ ആശ്രയിക്കുന്നത്. അതുമാത്രമല്ല, ദൈവവചനത്തെക്കുറിച്ച് തെറ്റായി പഠിപ്പിക്കുന്ന അനേകം പുസ്തകങ്ങൾ ഇന്ന് വാങ്ങുവാൻ കിട്ടും. നാം എല്ലാം ശരിക്കും എല്ലാം പരിശോധിക്കണം. ആരെങ്കിലും പറയുന്നത് എന്തും അതുപോലെ അംഗീകരിക്കരുത്. പരിശോധിക്കുക. എന്തായിരുന്നാലും നല്ല വ്യാഖ്യാനങ്ങൾ നാം ശ്രദ്ധിച്ചു പഠിക്കണം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട് പല ദൈവമക്കളും അനുഗ്രഹീത പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. അതൊക്കെ പരിഗണിക്കേണ്ടതാണ്. ഏത് പുസ്തകം എടുത്താലും ദൈവവചനത്തിന്റെ വെളിച്ചത്തിൽ അത് പരിശോധിക്കേണ്ടതാണ്. പലരും എന്നോട് ചോദിക്കാറുണ്ട്, ഞാൻ ഈ പറയുന്നതെല്ലാം എന്റെ കണ്ടുപിടുത്തങ്ങളാകുന്നുവോ എന്ന്. ഞാൻ പറയട്ടെ, ഒരിക്കലുമല്ല. അനേകം ദൈവമക്കളുടെ ജീവിതത്തിൽ നിന്നും പഠനത്തിൽ നിന്നും എനിക്ക് ഗ്രഹിക്കുവാൻ കഴിഞ്ഞ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. ഒരു കാര്യം എന്തു പറഞ്ഞാലും അത് സത്യമാണെന്നും ശരിയാണെന്നും എനിക്ക് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രമേ ഞാൻ പറയാറുള്ളൂ. അല്ല എങ്കിൽ ഇത് എന്റെ പക്ഷം എന്ന് പറഞ്ഞ് ഞാൻ വിവരിക്കുന്ന കേട്ടിട്ടുണ്ടല്ലോ. അങ്ങനെ ഞാൻ ശരിയാണെന്ന് ബോധ്യപ്പെട്ട് പറയുന്ന കാര്യങ്ങൾ എന്റേതാകുമല്ലോ. പലരുടെ പാടത്ത് കയറി പുല്ല് തിന്നു എന്ന് കണ്ട് പാല് പശുവിന്റെ സ്വന്തമാകാതിരിക്കുമോ? അതുകൊണ്ട് മറ്റുള്ളവരുടെ ചിന്താഗതികളും വ്യാഖ്യാനങ്ങളും നാം പഠിക്കേണ്ടതാണ്, പരിഗണിക്കേണ്ടതാണ്. എന്നാൽ നാം അതിൽ നിന്ന് നമ്മുടെ അഭിപ്രായം, അല്ലെങ്കിൽ നമുക്ക് ദൈവവചനാടിസ്ഥാനത്തിൽ ബോധ്യമായ കാര്യങ്ങൾ നമ്മുടേതായി പരിഗണിച്ച് സ്വീകരിക്കേണ്ടതാണ്. കടമെടുത്ത് അധികം നാൾ ജീവിക്കാൻ സാധിക്കില്ല. അത് നാം സ്വന്തമാക്കണം. അതുകൊണ്ടാണ് ദൈവവചനം പഠിക്കുവാൻ നാം വളരെ സമയമെടുക്കണം. മറ്റുള്ളവരുടെ പുസ്തകങ്ങൾ വായിക്കണം. തെറ്റെഴുതിയത് പുസ്തകങ്ങളും വായിക്കണം, ശരിയായിട്ടുള്ളതും വായിക്കണം. അതിൽ തെറ്റേതാ ശരിയേതാ എന്ന് തിരിച്ചറിയുവാൻ നമുക്ക് കഴിവുണ്ടാകണം. വചനം പഠിക്കുന്നതിനുള്ള 6ാമത്തെ മാർഗം അനുസരിക്കുക എന്നുള്ളതാണ്. അതെന്നാ ഒരു മാർഗമാണോ എന്നായിരിക്കും താങ്കൾ ഇപ്പോൾ ചോദിച്ചത്. അതേ സുഹൃത്തെ, വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു മാർഗമാകുന്നു നാം മനസ്സിലാക്കിയ കാര്യങ്ങൾ അനുസരിക്കുക എന്നുള്ളത്.
തിരുവചനം പഠിക്കുവാനും മനസ്സിലാക്കുവാനും അനുസരണം അത്യന്താപേക്ഷിതമാണ്. അബ്രഹാം ഇതിന്റെ ഒരു ഉദാഹരണമാകുന്നു. കൽദയരുടെ ഊരിലായിരുന്നപ്പോൾ ദൈവം അബ്രഹാമിന് പ്രത്യക്ഷനായി. വീണ്ടും വാഗ്ദത്ത നാട്ടിലായിരുന്നപ്പോൾ ദൈവം അബ്രഹാമിന് പ്രത്യക്ഷനായി. എന്നാൽ ക്ഷാമമുണ്ടായപ്പോൾ അബ്രഹാം മിസ്രൈമിലേക്ക് ഓടിപ്പോയി. ആ അവസരത്തിൽ അബ്രഹാമിനോട് ദൈവം സംസാരിച്ചതേ ഇല്ല എന്ന് നാം ബൈബിളിൽ നിന്നും മനസ്സിലാക്കുന്നു. വീണ്ടും വാഗ്ദത്ത നാട്ടിൽ എത്തുന്നതുവരെ ദൈവം അബ്രഹാമിന് പ്രത്യക്ഷനായില്ല. എന്തുകൊണ്ട്? അതെ, അനുസരണക്കേടുകൊണ്ട് ദൈവം വെളിപ്പെടുത്തിയ കാര്യം അബ്രഹാം അനുസരിക്കുന്നതുവരെയും എന്തെങ്കിലും പുതിയ സത്യം വെളിപ്പെടുത്തുവാൻ ദൈവം തയ്യാറായിരുന്നില്ല. ഇത് തന്നെ ഇന്നും സത്യമാകുന്നു സുഹൃത്തേ. നാം അനുസരിക്കുമ്പോൾ ദൈവം പുതിയ പുതിയ സത്യങ്ങൾ നമുക്കായി തുറന്നു തരുന്നു. ഇന്ന് അനേകരും അനുഗ്രഹം പ്രാപിക്കാതിരിക്കുന്നതിന്റെ പ്രധാന കാരണം അറിഞ്ഞ സത്യം ഇതുവരെ അനുസരിച്ചിട്ടില്ല എന്നതത്രേ. നമ്മുടെ ആത്മരക്ഷയ്ക്കായി നൽകിയിരിക്കുന്ന സുവിശേഷം പോലും അനുസരണം എന്ന വലിയ ലക്ഷ്യത്തോടെയാണ് നൽകിയിരിക്കുന്നത്. വിശ്വാസത്തിന് അനുസരണം വരുത്തേണ്ടതിന് എന്നത്രേ വിശുദ്ധ പൗലോസ് പറഞ്ഞിരിക്കുന്നത്. ആദാമും ഹൗവായും തെറ്റിയത് ഇവിടെയാണ്. ദൈവത്തിന്റെ ശത്രുവായ സാത്താനെ അവൾ ശ്രദ്ധിച്ചു എന്ന് മാത്രമല്ല, അവൾ ദൈവത്തോട് അനുസരണക്കേട് കാണിക്കുകയും ചെയ്തു. ദൈവത്തോടുള്ള അനുസരണം വളരെ പ്രധാനപ്പെട്ടതാണ്. വചനം വായിക്കുന്നത് കൊണ്ട് പ്രയോജനം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നാം അതനുസരിക്കുന്നവരാകണം. അനുസരണം പ്രധാനപ്പെട്ടതായിരിക്കുന്നതിന്റെ വേറൊരു പ്രധാന കാരണം നമ്മെ നോക്കി മറ്റുള്ളവർ ക്രിസ്തീയ മാർഗത്തെ അളക്കുന്നു എന്നതത്രേ. ഇത് ദൈവവചനമാകുന്നു എന്ന് തെളിയിക്കുവാനുള്ള ലളിതമായ മാർഗം നമ്മുടെ അനുസരണമാണ്. ഇന്ന് ക്രിസ്തുമാർഗം അവഹേളിക്കപ്പെടുന്നുവെങ്കിൽ അതിന്റെ പ്രധാന കാരണം ഈ പേരെടുത്തിട്ടുള്ളവർ തന്നെയാണ്. ഇതുമായി ബന്ധപ്പെട്ട് വളരെയേറെ എനിക്ക് പറയുവാൻ സാധിക്കും. ചിന്തിക്കൂ, താങ്കൾ അറിഞ്ഞ സത്യത്തിന് അനുസരിച്ചാണോ ജീവിക്കുന്നത്? തുടർന്ന് നാം പഠിക്കുമ്പോൾ ദൈവവചനം അനുസരിച്ച് മുൻപോട്ട് പോകുവാൻ നമുക്ക് സമർപ്പിക്കാം. 7ാമത്തെ കാര്യം, ഒടുവിലായി ഒരു കാര്യം എനിക്ക് പറയുവാനുണ്ട്. ബൈബിൾ വായിക്കുക മാത്രമല്ല, പഠിക്കുക മാത്രമല്ല, ധ്യാനിക്കുകയും മാത്രമല്ല, ഇതേക്കുറിച്ച് മറ്റുള്ളവർ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ വായിക്കുക. അതും മാത്രമല്ല, മറ്റുള്ളവരേക്ക് ഇത് കൈമാറുക. നാം എല്ലാം ചെയ്യേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാകുന്നു ഇത്. മറ്റുള്ളവരുമായി ദൈവവചനം പങ്കുവയ്ക്കുക. അങ്ങനെ പങ്കുവയ്ക്കുവാൻ ആരംഭിക്കുന്നില്ല എങ്കിൽ താങ്കളുടെ ബൈബിൾ പഠനത്തിൽ ഒരു പൂരിതമാകുന്ന ഘട്ടം വരും. എന്നാൽ ഇനിയും വളരാൻ സാധിക്കാത്ത ഒരു അവസ്ഥ. നമുക്ക് വെളിപ്പെട്ട് കിട്ടിയിട്ടുള്ള കാര്യങ്ങൾ നാം മറ്റുള്ളവരുമായി പങ്കുവയ്ക്കണം. പങ്കുവയ്ക്കാത്തിടത്തോളം താങ്കൾ ആത്മീയമായി വളരുകയില്ല. നാം അറിഞ്ഞ സത്യം നാം പങ്കുവയ്ക്കണം. ക്രിസ്തുയേശുവിലൂടെയുള്ള ഈ അറിവ്, താങ്കൾക്ക് ലഭിച്ചിട്ടുള്ള ആത്മരക്ഷ മറ്റുള്ളവരോട് നാം പറയണം. നമ്മെ ബൈബിൾ പണ്ഡിതന്മാരായി കഴിയുവാനല്ല ഈ പദവിയിൽ കൊണ്ടെത്തിച്ചിരിക്കുന്നത്. അവിടുത്തെ സാക്ഷികളാകുവാനാണ്. നമുക്കതിനായി സമർപ്പിക്കണമില്ലേ? ദൈവവചനം പഠിക്കുവാനായി നമുക്ക് സമയം കണ്ടെത്തണം. അപ്പോൾ നമുക്കത് ഏറ്റവും അധികം പ്രയോജനം ചെയ്യും എന്ന് ഞാൻ പറഞ്ഞല്ലോ. ആത്മാർത്ഥമായി ബൈബിൾ പഠിക്കുവാൻ താൽപര്യമുള്ള ഒരു വ്യക്തി 2 കാര്യം പ്രത്യേകം ചെയ്യേണ്ടത് ഞാൻ ഒന്നുകൂടെ പറയാം. പ്രതിദിനം ഒരു ധ്യാന സമയം അഥവാ ശാന്തസമയം ഉണ്ടായിരിക്കണം. രണ്ടാമതായി, ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ആഴമായി ബൈബിൾ പഠിക്കുവാൻ ചില മണിക്കൂറുകൾ വേർതിരിക്കണം. ഞാൻ പറഞ്ഞ ഈ 7 കാര്യങ്ങൾ അനുവർത്തിക്കുവാൻ അല്ലെങ്കിൽ പ്രായോഗികമാക്കുവാൻ ഈ 2 സന്ദർഭങ്ങളാണ് നമുക്ക് മുൻപിലുള്ളത്. ഒന്ന്, പ്രതിദിനം ഒരു ധ്യാന സമയം അഥവാ ശാന്തസമയം ഉണ്ടായിരിക്കണം. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ബൈബിൾ കൂടുതലായി പഠിക്കുവാൻ സമയമെടുക്കണം. ചില മണിക്കൂറുകൾ വേർതിരിക്കണം. ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ആഴ്ചയിലെ ഒരു ദിവസം, ഞായറാഴ്ച, ഈ ഒരു ഉദ്ദേശത്തോടുകൂടിയാണ് ആദിമസഭയിൽ മുതൽ ചെലവഴിച്ചിരുന്നത്. എന്നാൽ ഇന്ന് അതൊരു അവധി ദിവസമായി കണ്ട് മറ്റ് പല വിനോദങ്ങൾക്കും മനുഷ്യർ പാഴാക്കി കളയുന്നു എന്നത് സമൂഹത്തിലെ ഇന്ന് ഈ പുഴുക്കുത്തു വീണതിന്റെ കാരണം നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ഇന്ന് നാം
അല്പം കൂടി മുൻപോട്ട് ചിന്തിക്കുവാൻ പോകുന്നത് എങ്ങനെ അർത്ഥവത്തായ ഒരു ധ്യാന സമയം ഉണ്ടാക്കാം എന്നുള്ളതാണ്. ഞാൻ ധ്യാന സമയം എന്ന് വിളിക്കുന്നതിനെ ദൈവമക്കൾ പല പല പേരുകളിൽ വിളിക്കാറുണ്ട്. പ്രഭാത കാത്തിരിപ്പെന്നോ, വ്യക്തിപരമായ ധ്യാനമെന്നോ, ശാന്തസമയമെന്നോ, അങ്ങനെ അനേകം പേരുകൾ ഇതിനുണ്ട്. നിങ്ങൾ എങ്ങനെയുള്ള പേരാണ് ഉപയോഗിക്കുന്നത് എന്നതല്ല, അത് ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ ശാന്തസമയം അല്ലെങ്കിൽ ധ്യാന സമയം എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് വചനത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും ദൈവവുമായി പ്രതിദിനം കഴിക്കുന്ന വ്യക്തിപരമായ കൂട്ടായ്മ എന്നതാണ്. വചനത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും ദൈവവുമായി പ്രതിദിനം കഴിക്കുന്ന വ്യക്തിപരമായ കൂട്ടായ്മ. ദൈവവുമായി കണ്ടുമുട്ടുന്നതിന് നാം എല്ലാ ദിവസവും പ്രത്യേകം വേർതിരിക്കുന്ന സമയമാകുന്നു ധ്യാന സമയം. ഇതിന്റെ ഉദ്ദേശം ദൈവത്തെ അടുത്തറിയുവാനും സ്നേഹിക്കുവാനും കൂടുതൽ കൂടുതൽ അവനോട് അനുരൂപമാകുവാനും കഴിയുന്ന ഒരു വ്യക്തിപരമായ ബന്ധം ദൈവവുമായി വളർത്തിയെടുക്കുക എന്നുള്ളതാണ്. ദൈനംദിന ധ്യാന സമയമില്ലാത്ത ഒരു വിശ്വാസി മുരടിച്ചും വരണ്ടും തണുത്തും ഇരിക്കും എന്നുള്ളത് വാസ്തവമാണ്. ആത്മീക ജീവിതത്തിൽ യാതൊരു ഉന്മേഷവും ചുറുചുറുക്കുമില്ലാത്ത വ്യക്തി വാസ്തവത്തിൽ മറ്റുള്ളവർക്കും ഒരു തലവേദനയായിരിക്കും എന്ന് മറക്കരുത്. എന്തുകൊണ്ടാണ് ഒരു വിശ്വാസിക്ക് പ്രതിദിന ധ്യാന സമയം ആവശ്യമായിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിന് പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ എനിക്ക് പറയുവാനുള്ളത്. ഒന്ന്, നമുക്ക് ദൈവവുമായുള്ള കൂട്ടായ്മ ആവശ്യമാകുന്നു. അതുകൊണ്ടാണ് ധ്യാന സമയം അത്യാവശ്യമായിരിക്കുന്നത്, ദൈവവുമായുള്ള കൂട്ടായ്മ. രണ്ടാമതായി, ദൈവമക്കൾ എന്ന നിലയിൽ ഇത് നമ്മുടെ പദവിയാകുന്നു. മൂന്നാമതായി, ധ്യാന സമയത്തിൽ നിന്നും നാം വലിയ പ്രയോജനം പ്രാപിക്കുന്നു. ഇനിയും ഇതേക്കുറിച്ച് നമുക്ക് കുറെ കൂടി വിശദമായി ചിന്തിക്കാം. നമുക്ക് പ്രതിദിന ധ്യാന സമയം ആവശ്യമായിരിക്കുന്നതിന്റെ ഒന്നാമത്തെ കാരണം നമുക്ക് ദൈവവുമായി നിരന്തര കൂട്ടായ്മ ആവശ്യമാകുന്നു എന്നുള്ളതാണ്. ഒരു ദൈവപൈതൽ ദൈവത്തെ ഏറ്റവും അടുത്തറിയുന്നവനും അവനെ ആഴമായി സ്നേഹിക്കുന്നതിനും അതിനുവേണ്ടി അവനുമായി നിരന്തരമായ കൂട്ടായ്മ ആവശ്യമാണ്. കാരണം നാം ഇന്ന് ബന്ധപ്പെട്ടിരിക്കുന്നത് സ്വർഗത്തിന്റെയും ഭൂമിയുടെയും നാഥനായ ദൈവവുമായിട്ടാണ്. എന്തുകൊണ്ടാണ് ദൈവവുമായുള്ള ഈ ദൈനംദിന കൂട്ടായ്മ ഇത്ര പ്രധാനപ്പെട്ടതായിരിക്കുന്നത് എന്ന് താങ്കൾ ചോദിച്ചാൽ അതിനുള്ള ചില കാരണങ്ങൾ ഞാൻ പറയാം. എന്തുകൊണ്ടാണ് ദൈവവുമായുള്ള ഈ ദൈനംദിന കൂട്ടായ്മ അത്യന്താപേക്ഷിതമായിരിക്കുന്നത്? അതിന്റെ ഒന്നാമത്തെ കാരണം, ദൈവവുമായുള്ള കൂട്ടായ്മയ്ക്ക് വേണ്ടിയാണ് നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത്. മനുഷ്യരായ നമ്മെ ദൈവം തന്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ചു. സൃഷ്ടികളിൽ വെച്ച് നമുക്ക് മാത്രമേ ദൈവവുമായുള്ള സംസർഗത്തിന് കഴിവുള്ളൂ എന്ന് നാം പ്രത്യേകം ഓർക്കണം. ഇന്ന് ആ സംസർഗം ഇല്ലാത്തതാണ് പ്രശ്നം. പാപത്തിൽ വീഴുന്നതിന് മുൻപ് ആദാമിന് ഏദനിലുണ്ടായിരുന്നത് ആ കൂട്ടായ്മയായിരുന്നു, ദൈവവുമായുള്ള സംസർഗം, ദൈവവുമായുള്ള അടുത്ത ബന്ധം. എന്തുകൊണ്ടാണ് ദൈവവുമായുള്ള ഈ ദൈനംദിന കൂട്ടായ്മ ഇത്ര പ്രധാനപ്പെട്ടതായിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ, രണ്ടാമതായി എനിക്ക് പറയുവാനുള്ളത്, പാപത്താൽ നാം നഷ്ടപ്പെടുത്തിയ ആ ബന്ധം, അതെ, ദൈവവുമായുള്ള ആ ബന്ധം, നമ്മെ യഥാർത്ഥത്തിൽ മനുഷ്യരാക്കി തീർത്തിരുന്ന ആ ബന്ധം, കാൽവരി ക്രൂശിലെ പരമയാഗത്താൽ കർത്താവായ യേശുക്രിസ്തു യഥാസ്ഥാനപ്പെടുത്തി. തന്റെ പുത്രനെ ഭൂമിയിലേക്ക് ദൈവം അയച്ചതിന്റെ പിൻപിലെ രഹസ്യം അതൊന്നു മാത്രമാണ്. നാം ദൈവവുമായുള്ള സംസർഗത്തിൽ, കൂട്ടായ്മയിൽ ആയിത്തീരണമെന്നുള്ള ആ വലിയ താൽപര്യം. മൂന്നാമതായി, കർത്താവായ യേശുക്രിസ്തു തന്നെ ഈ ഭൂമിയിലായിരുന്നപ്പോൾ ധ്യാനിക്കുവാനായി സ്ഥിരമായി സമയം കണ്ടെത്തിയിരുന്നു എന്ന് നാം വചനത്തിൽ വായിക്കുന്നു. അത് അവന്റെ ശക്തിയുടെ രഹസ്യമായി നാം കാണുന്നു. മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന് 35-ാം വാക്യത്തില്, ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തില്, വീണ്ടും ലൂക്കോസിന്റെ സുവിശേഷം 22-ാം അധ്യായത്തിന്റെ 39 മുതൽ 44 വരെയുള്ള വാക്യങ്ങളിലെല്ലാം നാം കാണുന്നത് കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ പിതാവായ ദൈവവുമായി സമയം ചെലവഴിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. ഈ ഒരു കാര്യത്തിൽ അന്ന് തിരക്കൊരു പ്രശ്നമായിരുന്നില്ല. അവന് അതൊരു പ്രശ്നമായിരുന്നില്ല. തന്റെ തിരക്കേറിയ സമയത്ത് അവൻ പിതാവുമായി കൂടുതൽ സമയം ചെലവഴിച്ചിരുന്നതായി നാം വായിക്കുന്നു. കർത്താവായ യേശുവിന്
അങ്ങനെ സമയം വേണ്ടിയിരുന്നെങ്കിൽ പാപികളും ദോഷികളുമായ നമുക്ക് എത്രയധികം ആവശ്യമാണില്ലേ? ദൈവപുത്രനായ യേശുക്രിസ്തുവിന് തന്റെ പിതാവുമായി ചിലവഴിക്കുവാൻ പ്രത്യേക സമയം ആവശ്യമായിരുന്നെങ്കിൽ നമുക്ക് അതെത്രയധികം ആവശ്യമാണ്. നാലാമതായി, ചരിത്രത്തിലുടനീളം നാം കാണുന്ന ഉന്നതരായ ദൈവമക്കൾ ദൈവസന്നിധിയിൽ വളരെയേറെ സമയം ചെലവഴിക്കുന്നവർ ആയിരുന്നു. അതെ, മോശ, ദാവീദ്, ദാനിയേൽ, പൗലോസ്, നാം തിരുവചനത്തിന് വെളിയിൽ നമ്മുടെ ഈ കാലത്തും നോക്കിയാൽ വളരെയേറെ പ്രയോജനപ്പെടുന്ന വ്യക്തികളൊക്കെ ദൈവസന്നിധിയിൽ അർത്ഥവത്തായി സമയം ചെലവഴിക്കുന്നവരാണ്. അവരുടെ എഴുത്തുകളിലും ശുശ്രൂഷകളിലും ഈ വസ്തുത വളരെ വ്യക്തമാണ്. നാം പ്രത്യേകം ഓർക്കണം. ആരോ പറയുണ്ടായി, ഒരു വ്യക്തി യഥാർത്ഥത്തിൽ എന്താകുന്നു എന്നറിയണമെന്നുണ്ടെങ്കിൽ അവൻ ദൈവവുമായി തനിയെ ആയിരിക്കുന്നത് എങ്ങനെയാകുന്നു എന്ന് കണ്ടുപിടിച്ചാൽ മതിയാകും എന്ന്. ഒരു വ്യക്തി യഥാർത്ഥത്തിൽ എന്താകുന്നു എന്നറിയണമെന്നുണ്ടെങ്കിൽ അവൻ ദൈവവുമായി തനിയെ ആയിരിക്കുന്നത് എങ്ങനെയാകുന്നു എന്ന് കണ്ടുപിടിച്ചാൽ മതിയാകും എന്ന്. നവീകരണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന മാർട്ടിൻ ലൂതർ ഒരിക്കൽ പറയുകയുണ്ടായി, ഇന്ന് എനിക്ക് വളരെയേറെ കാര്യങ്ങൾ ചെയ്യുവാനുണ്ട്, അതുകൊണ്ട് തന്നെ ഞാൻ കുറഞ്ഞത് 3 മണിക്കൂറെങ്കിലും ഇന്ന് പ്രാർത്ഥിക്കേണ്ടതുണ്ട് എന്ന്. അതിന്റെ അർത്ഥം അദ്ദേഹം ഏറ്റവും തിരക്കേറിയ അവസരങ്ങളിൽ അധികം ദൈവസന്നിധിയിൽ സമയം കണ്ടെത്തുവാൻ ശ്രമിച്ചു, സമയം കണ്ടെത്തി എന്നാണ്. എത്ര ഉന്നതമായൊരു മാതൃകയില്ലേ? നാം പലപ്പോഴും തിരക്കേറുമ്പോൾ പ്രാർത്ഥനയ്ക്ക് സമയം കുറയ്ക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കെന്തും തിരക്കാണ്. ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ, സമയം ചെലവഴിക്കുവാൻ നമുക്ക് മടിയാണ്. തന്മൂലം നമ്മുടെ ജീവിതം പ്രയോജനമില്ലാത്തതായിത്തീരുന്നു. പ്രതിദിനം ദൈവത്തോടുള്ള സംസർഗമില്ലാതെ നമുക്ക് വളരുന്ന ആരോഗ്യമുള്ള ദൈവമക്കളായിരിക്കുവാൻ സാധ്യമല്ല എന്നുള്ളതാണ് വേറൊരു കാരണം. ധ്യാന സമയം എന്നുള്ളത് ആരുടെയെങ്കിലും തലയിൽ ഉരുത്തിരിഞ്ഞ ഒരു നല്ല അഭിപ്രായമല്ല സുഹൃത്തെ, മറിച്ച് ക്രിസ്തീയ വളർച്ചയ്ക്കും പക്വതയ്ക്കും തികച്ചും അത്യന്താപേക്ഷിതമായ കാര്യമാണ് ധ്യാന സമയം. പ്രതിദിനം ദൈവത്തോടുള്ള സംസർഗം, അതില്ലാതെ നമുക്ക് ആരോഗ്യമുള്ളവരായി, അതെ, പ്രയോജനമുള്ളവരായി വളരുവാൻ സാധ്യമല്ല. പക്വതയുണ്ടാകില്ല. താങ്കൾ ഭക്ഷണം കഴിക്കാതെ ഏതെങ്കിലും ഒരു ദിവസം കഴിച്ചു കൂട്ടിയിട്ടുണ്ടോ? ഓർത്തിട്ട് തന്നെ വിശക്കുന്നില്ലേ? എന്നാൽ കഴിഞ്ഞ ദിവസം ഞാൻ ഓർപ്പിക്കുകയുണ്ടായി, ദൈവത്തിന്റെ വചനം നമ്മുടെ ആഹാരമാണ്, ആത്മിക ആഹാരം. ദൈവത്തിന്റെ വചനം നമുക്ക് ഉന്മേഷം നൽകുന്ന പാലാകുന്നു. നാം അത് കഴിക്കാതെ കുടിക്കാതെ ആത്മികമായി വളരില്ല എന്നതാണ് നാം മനസ്സിലാക്കുന്നത്. മാത്രമല്ല, താങ്കൾ പല ദിവസങ്ങൾ കുളിക്കാതെ ഇരുന്നിട്ടുള്ള അനുഭവമുണ്ടോ? അങ്ങനെ ഉണ്ടാകുമ്പോൾ വാസ്തവത്തിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് നിങ്ങൾക്കറിയാം. നാം മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടായിത്തീരും. അതിന്റെ കാരണം ദൈനംദിന ജീവിതത്തിൽ ശുദ്ധീകരണം പ്രാപിക്കാതെയുള്ള ഒരു പോക്കാണ്. താങ്കൾ ദൈവത്തിന്റെ വചനം സ്ഥിരമായി പഠിക്കുക. ദൈവവുമായുള്ള കൂട്ടായ്മ അത്യന്താപേക്ഷിതമാണ്. കാരണം നാം കണ്ടല്ലോ, അതിന്റെ ഒന്നാമത്തെ കാരണം താങ്കൾ സൃഷ്ടിക്കപ്പെട്ടതിന്റെ ഉദ്ദേശം അതാകുന്നു. ദൈവവുമായുള്ള നിരന്തര സംസർഗമില്ലാത്ത ഒരു വ്യക്തി താൻ സൃഷ്ടിക്കപ്പെട്ടതിന്റെ ഉദ്ദേശത്തിന് വെളിയിലാണ്, അല്ലെങ്കിൽ ആ ഉദ്ദേശം നഷ്ടപ്പെടുത്തുന്നു. ദൈവവുമായുള്ള നിരന്തര സംസർഗമില്ലാത്ത ഒരു വ്യക്തി വാസ്തവത്തിൽ ക്രിസ്തുവിന്റെ മരണത്തിന്റെ ഉദ്ദേശം തന്റെ ജീവിതത്തിൽ നഷ്ടപ്പെടുത്തുന്നു. ദൈവം തന്റെ ഓമനകുമാരനെ ഈ ഭൂമിയിലേക്ക് അയച്ചതിന്റെ ഉദ്ദേശം നഷ്ടപ്പെടുത്തുന്ന ഒരു വ്യക്തിയാണ് ദൈവവുമായി നിരന്തര സംസർഗമില്ലാത്തൊരു വ്യക്തി. ദൈവവുമായി നിരന്തര സംസർഗമില്ലാത്തൊരു വ്യക്തി ക്രിസ്തുയേശുവിനുണ്ടായിരുന്ന ശക്തിയും ഉന്മേഷവും ഇല്ലാത്ത ഒരു വ്യക്തിയായിരിക്കും. ദൈവവുമായി നിരന്തര സംസർഗമില്ലാത്തൊരു വ്യക്തി, കൂട്ടായ്മയില്ലാത്തൊരു വ്യക്തി ദൈവത്താൽ ഒരിക്കലും ഉന്നതമായി ഉപയോഗിക്കപ്പെടില്ല.
ദൈവത്താൽ ഉന്നതമായി ഉപയോഗിക്കപ്പെടുന്ന വ്യക്തികൾ ദൈവവുമായി നിരന്തര സംസർഗമുള്ള വ്യക്തികളായിരിക്കും. ചടങ്ങായി പേരിന് മാത്രം എന്തെങ്കിലും ചെയ്ത് അവർ അടങ്ങിയിരിക്കില്ല. പിന്നെയോ ദൈവവുമായുള്ള കൂട്ടായ്മയിൽ എപ്പോഴും ആ കൂട്ടായ്മയിൽ അവർ ആയിരിക്കും. ദൈവവുമായുള്ള ഈ കൂട്ടായ്മ ഇല്ലാത്ത ഒരു വ്യക്തി ക്ഷീണിച്ചും മുരടിച്ചും ഇരിക്കുന്ന ഒരു വിശ്വാസിയായിരിക്കും. പക്ഷേ ക്ഷീണിച്ചും മുരടിച്ചും ഇരിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, താങ്കൾ ദൈവസന്നിധിയിൽ ദൈവവചനം പഠിക്കുവാൻ, ദൈവവുമായുള്ള സംസർഗത്തിനായി സമയം കണ്ടെത്താറുണ്ടോ? സമയമില്ല എന്നതാണോ പരാതി? ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചാട്ടെ. താങ്കൾ എത്ര സമയം ആവശ്യമില്ലാത്ത പല കാര്യങ്ങൾക്കുമായി കളയുന്നു. എന്നാൽ താങ്കൾക്ക് അനുഗ്രഹമാകുന്ന, താങ്കളുടെ ജീവിതത്തെ പ്രയോജനകരമാക്കുന്ന ഈ അതിപ്രധാന കാര്യത്തിനു വേണ്ടി സമയം ചെലവഴിക്കുവാൻ താങ്കൾക്ക് സാധിക്കില്ലേ? അതിനുവേണ്ടി അല്പസമയം മാറ്റിവെക്കുവാൻ താങ്കൾ പ്രത്യേകം ശ്രദ്ധിക്കില്ലേ? അതെങ്ങനെ പ്രായോഗികമാക്കാമെന്ന് അടുത്ത ക്ലാസുകളിൽ നാം പഠിക്കുന്നതാണ്. എന്നാൽ അതിനു മുൻപ് താങ്കൾ തന്നെ ഒരു തീരുമാനമെടുക്കണം. അതെ, ദിവസത്തിന്റെ 1 മണിക്കൂർ, 24 മണിക്കൂറുകളിൽ 1 മണിക്കൂർ ഞാൻ ദൈവവചനം വായിക്കുവാൻ, പഠിക്കുവാൻ, ദൈവശബ്ദം കേൾക്കുവാൻ വേർതിരിക്കുന്നതാണ്. ഈ 1 മണിക്കൂർ മറ്റെല്ലാ ശ്രദ്ധകളിൽ നിന്നും മാറി ദൈവവചനത്തിനു വേണ്ടി, ദൈവസന്നിധിയിലായിരിക്കുന്നതിനു വേണ്ടി ഞാൻ വേർതിരിക്കുന്നതാണ്. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സുഹൃത്തെ, താങ്കളുടെ ജീവിതത്തിൽ അപ്രകാരം ഒരു തീരുമാനമെടുക്കുന്നുവെങ്കിൽ അത് താങ്കളുടെ ജീവിതത്തെ ധന്യമാക്കി തീർക്കും. താങ്കൾ അനുഗ്രഹിക്കപ്പെടും എന്ന കാര്യത്തിൽ സംശയമില്ല. പുഷ്ടിയുള്ള, ഉന്മേഷമുള്ള, അതെ, തീഷ്ണതയുള്ള ഒരു വ്യക്തിയായി താങ്കളുടെ ജീവിതം മാറ്റപ്പെടും. ഇന്ന് അതിനായി താങ്കളുടെ ജീവിതത്തെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുമോ? ജീവസന്ദേശം, 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 ജീവസന്ദേശം.